തൻ്റെ അടുക്കൽ വന്ന ആ സ്ത്രീയോട് യേശു പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കൃപായുഗമാണ്, ഇത് രക്ഷാദിവസമാണ്, ഇത് സുപ്രസാദകാലമാണ്. കരുണ നിറഞ്ഞ, കൃപ നിറഞ്ഞ, മഹാദയയും ദീർഘക്ഷമയുമുള്ള ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ കാലഘട്ടമാണ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ നാം മരിക്കേണ്ടതിന് പകരം ക്രൂശിൽ തകർക്കപ്പെട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ സ്നേഹം വെളിപ്പെടുത്തിയ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നാം ഈ സന്ദേശം കേൾക്കുന്നത്. യേശു വന്നത് നമ്മെ രക്ഷിക്കുവാനാണ്, വിധിക്കുവാനല്ല. വിധിക്കുവാനല്ല. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും? ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്തിരുന്നെങ്കിൽ നാം ആരും ഈ ഭൂമിയിൽ നിലനിൽക്കത്തില്ലായിരുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം ദൈവം പകരം ചെയ്തത് തൻ്റെ മകനോടാണ്, യേശുവിനോടാണ്. നമ്മുടെ പാപങ്ങളെ മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തെ പരിഹരിച്ചു. മരണം നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ചില മതപണ്ഡിതന്മാർ ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി അവളിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് യേശുവിനോട് ചോദിച്ചു, കല്ലെറിയട്ടെ? യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. കല്ലെറിയുവാൻ യോഗ്യതയുള്ളവൻ, പാപമില്ലാത്തവൻ അവളെ കല്ലെറിയാതെ, കല്ലെറിയാൻ ആഗ്രഹിക്കുന്നവരോട് ഇങ്ങനെ പറഞ്ഞു, പാപമില്ലാത്തവൻ ആദ്യം എറിയട്ടെ. യേശുവിൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു? അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതെങ്ങനെ ആയിരിക്കുമെന്നറിയാൻ കാൽവറിയിലേക്ക് നോക്കിയാൽ മതി. അതാണ് ശിക്ഷ. ദൈവം നമ്മെ ശിക്ഷിച്ചിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് പകൽ നാം ചെയ്യേണ്ടത്. കല്ലെറിയാനല്ല അവൻ നമ്മെ പഠിപ്പിച്ചത്, കരുണ കാണിക്കാനാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് പകൽ കരുണ കാണിക്കുന്ന ശുശ്രൂഷ ചെയ്യാം. കല്ലെറിയാൻ എല്ലാവർക്കും കഴിയും, കരുണ കാണിക്കാനാണ് ബുദ്ധിമുട്ട്. കല്ലെറിയാൻ എളുപ്പമാണ്, ക്ഷമിക്കാനാണ് ബുദ്ധിമുട്ട്, സ്നേഹിക്കാനാണ് ബുദ്ധിമുട്ട്. ദൈവസ്നേഹം ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹമാണ്. പാപത്തിൻ്റെ ചേറ്റിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളോട് പ്രിയമുണ്ട്. അവൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു. നിങ്ങളുടെ പാപം അവൻ ചുമന്നു. അവൻ നിങ്ങൾക്ക് പാപമോചനം നൽകിയിരിക്കുകയാണ്. വിശ്വസിക്കുക, പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിക്കുക, ഇനി പാപം ചെയ്യരുത്.
യേശുവിനോട് കൂടെ നടക്കുക. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ യേശുവിൻ്റെ ശുശ്രൂഷ കരുണയുടെ ശുശ്രൂഷയാണ്. അത് ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുമ്പോൾ നമുക്കും കർത്താവ് കാണിച്ച മാതൃക പോലെ ശുശ്രൂഷിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.